നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നുഴഞ്ഞുകയറി അമേരിക്കയിലേക്ക് എത്തിയവരോട് സന്ധിയില്ലാത്ത പോരാട്ടമാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരുപാട് പേരെ ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളിലേക്ക് തിരികെ അയച്ചിട്ടുണ്ട്. അതിന്റെ വിവാദം തന്നെ കത്തിപ്പുകയുകയാണ്. അതായത് കയ്യിൽ വിലങ്ങിട്ടൊക്കെ കൊണ്ടുപോയതിനെ കുറിച്ചുള്ള ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. ട്രംപിന് നേരെ വലിയ വിമർശനങ്ങളും വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ മറ്റൊരു വിവരമാണ് പുറത്തുവരുന്നത്. ഇത്തരത്തിൽ നുഴഞ്ഞു കയറി എത്തിയിട്ടുള്ള തീവ്രവാദികൾക്കും മാഫിയ സംഘങ്ങൾക്കും അവരെ കാത്തിരിക്കുന്നത് കട്ടപ്പുകയാണ്. കാരണം കടുത്ത നീക്കം, അവർക്ക് തക്കതായ ശിക്ഷയാണ് ഇപ്പോൾ ട്രംപ് കൊടുത്തിരിക്കുന്നത്. അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയവരെ കുപ്രസിദ്ധമായ എൽ സാൽവദോർ ജയിലിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. ട്രംപ് കർശന നിലപാട് സ്വീകരിക്കുന്ന പശ്ചാത്തലത്തിലാണ് നാടുകടത്തൽ നടപടികൾ ഊർജിതമാക്കിയത്. ഇതിനിടെ കോടതി ഉത്തരവ് മറികടന്നും വെനസ്വേലൻ തടവുകാരെ എൽ സാൽവദോറിലേക്ക് നാടുകടത്തി. കുപ്രസിദ്ധ അന്താരാഷ്ട്ര മാഫിയ സംഘമായ ട്രെൻ ദെ അരാഗ്വ സംഘത്തിൽപ്പെട്ടവരെന്ന് ആരോപിക്കപ്പെടുന്ന 238 പേരെയാണ് അമേരിക്ക നാടുകടത്തിയത്. ഈ മാഫിയ സംഘത്തെ നാടുകടത്തിയ വിവരം പുറത്തുവന്നത് എൽ സാൽവദോർ പ്രതികരണം അറിയിച്ചതോടെയാണ്. എൽ സാൽവദോറിലെ കുപ്രസിദ്ധ ജയിലായ ടെററിസം കൺഫൈൻമെന്റ് സെന്ററിലേക്കാണ് വെനസ്വേലൻ മാഫിയയെ മാറ്റിയത്. ഇവർക്കൊപ്പം MS-13 എന്ന അന്താരാഷ്ട്ര മാഫിയ ഗ്യാങ്ങിൽപ്പെട്ടവരെന്ന് സർക്കാർ പറയുന്ന 23 പേരെയും എൽ സാൽവദോറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവരെ രാജ്യത്തേക്ക് കൊണ്ടുവന്ന കാര്യം എൽ സാൽവദോർ പ്രസിഡന്റാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ അമേരിക്കയോ എൽ സാൽവദോറോ നാടുകടത്തപ്പെട്ടവരുടെ കുറ്റകൃത്യ പശ്ചാത്തലങ്ങളെപ്പറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. അമേരിക്ക യുദ്ധത്തിലേർപ്പെടുന്ന സമയത്ത് മാത്രം ഉപയോഗിച്ചിരുന്ന ഫോറിൻ എനിമീസ് ആക്ട് ഉപയോഗിച്ചാണ് ഇവരെ നാടുകടത്തിയത്. ഇതിനെതിരെ ഫെഡറൽ കോടതി ഉത്തരവിറക്കിയിരുന്നുവെങ്കിലും അതിനു മുൻപ് തന്നെ ഇവരെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം അമേരിക്കയിൽ നിന്ന് പറന്നുയർന്നിരുന്നു. 1 വർഷത്തേക്ക് ഇവരെ ജയിലിൽ പാർപ്പിക്കുമെന്നും വേണ്ടിവന്നാൽ തടവുകാലം വർദ്ധിപ്പിക്കുമെന്നും എൽ സാൽവദോർ പ്രസിഡന്റ് വ്യക്തമാക്കി. ഇവരെ ജയിലിൽ പാർപ്പിക്കാനുള്ള ചെലവ് അമേരിക്ക വഹിക്കും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ തുകയാണെങ്കിലും തങ്ങൾക്കത് വലിയ തുകയാണെന്ന് അദ്ദേഹം സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ചു. 1798 യുദ്ധകാലത്ത് ഉപയോഗിക്കാനുള്ള ഈ നിയമം അമേരിക്ക കൊണ്ടുവന്നത്. ഏലിയൻ എനിമീസ് ആക്ട് എന്ന ഈ നിയമം ഇതിനു മുൻപ് 2ാം ലോക മഹായുദ്ധകാലത്താണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ നിയമം പുനരുജ്ജീവിപ്പിച്ച് വെനസ്വേലൻ മാഫിയ സംഘത്തിൽപ്പെട്ട കുറ്റവാളികളെ നാടുകടത്തുമെന്ന് ശനിയാഴ്ചയാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇതിനെതിരെ US ഡിസ്ട്രിക്ട് ജഡ്ജ് ജെയിംസ് ബോസ്ബർഗ് ഉത്തരവിറക്കി. 14 ദിവസത്തേക്കാണ് തടവുകാരെ നാടുകടത്താനുള്ള നീക്കത്തിന് തടയിട്ടത്. എന്നാൽ അതിനു മുൻപ് തന്നെ ഇവരെ സർക്കാർ നാടുകടത്തുകയും ചെയ്തു. നാടുകടത്തലിനെതിരെ സമർപ്പിച്ച കേസിൽ വാദം നടക്കവേ നാടുകടത്തൽ നീക്കം ആരംഭിച്ചതായും തടവുകാരുമായി വിമാനം ടേക്ക് ഓഫ് ചെയ്തതായും അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. തുടർന്ന് വിമാനം തിരികെ ഇറക്കാനുള്ള ഉത്തരവ് വാക്കാൽ നൽകിയെങ്കിലും ഉത്തരവ് രേഖാമൂലം നൽകിയ സമയത്ത് അതിൽ ഇക്കാര്യം ഉണ്ടായിരുന്നില്ല. പ്രാദേശിക സമയം ശനിയാഴ്ച രാത്രി 7:25 കോടതിക്ക് മുൻപിൽ ഹർജി എത്തിയത്. എന്നാൽ ഉത്തരവിറങ്ങാൻ സമയം വൈകിയതിനാൽ അത് നടപ്പായില്ല. കോടതി ഉത്തരവിറങ്ങിയ സമയത്ത് തടവുകാരെയും വഹിച്ചുള്ള വിമാനം രാജ്യത്തിന്റെ അതിർത്തി കടന്നിരുന്നു. തടവുകാരെ നാടുകടത്തുന്നതിനെതിരെ അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയനാണ് കോടതിയെ സമീപിച്ചത്. സർക്കാർ കോടതി ഉത്തരവ് ലംഘിച്ചുവെന്ന് ഇവർ ആരോപിച്ചു. എന്നിരുന്നാലും കോടതി ഉത്തരവിനെതിരെ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അപ്പീൽ നൽകിയിട്ടുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണൽ, വെനസ്വേലൻ സർക്കാർ എന്നിവർ അമേരിക്കൻ നടപടിക്കെതിരെ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ശക്തമായ നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ ട്രംപ് കടന്നിരിക്കുന്നത്. കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ട് പലയിടങ്ങളിൽ നിന്നായി അമേരിക്കയിലേക്ക് കയറിക്കൂടിയ ഒരുപാട് പേരെ ഇതിനോടകം തന്നെ പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരെയെല്ലാം കടുത്ത ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടി പല തടങ്കൽ പാളയങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധികളാണ് ഈ നുഴഞ്ഞു കയറി എത്തിയവർ അനുഭവിക്കേണ്ടി വരിക. പല ജയിലുകളിലും അതിക്രൂരമായ നടപടികൾ ഉണ്ടാകും. അതെല്ലാം ഇവർ നേരിടേണ്ടി വരും എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഭീകരരാക്കപ്പെട്ടിട്ടുള്ളവരും അതുപോലെ തന്നെ കടുത്ത ക്രൂരകൃത്യങ്ങൾ ചെയ്ത് നുഴഞ്ഞു കയറി എത്തിയവരോടും ഒരു തരത്തിലുമുള്ള സന്ധിയില്ല എന്ന് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്.
എന്നാൽ ജീവിക്കുന്നതിന് വേണ്ടി അമേരിക്കയിലേക്ക് എത്തിയിട്ടുള്ള പലരെയും അതിക്രൂരമായിട്ടാണ്, ഒരു തീവ്രവാദികളെ പോലെയാണ് അവരെ അവരുടെ രാജ്യങ്ങളിലേക്ക് തിരികെ അയക്കുന്നത്. ഇത് ശരിയായ നടപടിയല്ല എന്ന് ട്രംപിന് നേരെ വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അവരെ മാന്യമായ രീതിയിൽ അവരുടെ രാജ്യങ്ങളിലേക്ക് എത്തിക്കണമെന്നും അവർ ഈ രാജ്യത്ത് അമേരിക്കയിൽ പല ജോലികളിൽ ഏർപ്പെട്ടിരുന്നവരാണെന്നും അവരോട് മര്യാദ കാണിക്കണം എന്നുള്ള ആവശ്യങ്ങളും ട്രംപിന് മുൻപിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ ശക്തമായ നടപടികളുമായി മുൻപോട്ട് പോകുകയാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.